മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചെറിയ പെരുന്നാളാണ്. ഒരു മാസത്തെ 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിശ്വാസികൾ. എന്തായാലും ഇന്ന് എല്ലാ വീടുകളിലും എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് കുറേ സമയം അങ്ങനെ ചെലവഴിക്കുന്ന സമയമാണ്. പെൺകുട്ടികളാണെങ്കിലും മൈലാഞ്ചിയൊക്കെ അണിഞ്ഞ് വലിയ ആഘോഷത്തിലായിരിക്കുമെന്നറിയാം. പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് വലിയ രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നമുക്ക് ചെറിയ പെരുന്നാളിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ മോർണിംഗ് വൈബ്സ്. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമം ഇട്ടിന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പൊന്നാനിയിൽ ശവ്വാൽ മാസപ്പിറവി കണ്ടതിനെ തുടർന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖലി തങ്ങളുമാണ് പെരുന്നാൾ വിവരം അറിയിച്ചത്. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ഈദ് ആഘോഷിക്കണമെന്നാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നത്. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സംരക്ഷണത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തണമെന്നും തങ്ങൾ ഈദ് ആശംസയിൽ പറഞ്ഞു. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം വിജയകരമായി പിന്നിട്ടുകൊണ്ട് നമ്മളെല്ലാവരും പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം ജീവിതവും ജീവനും സർവശക്തനിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിനരാത്രവും പിന്നിട്ടത്. തഖ്വയുടെ മാസം, സൂക്ഷ്മതയുടെ മാസം, ജീവകാരുണ്യത്തിൻ്റെ മാസം, ദാനധർമാദികളുടെ മാസം, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റമദാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ. അതിൽ നിന്നെല്ലാം ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണതിയിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പെരുന്നാൾ സുദിനത്തിൽ ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുക. ഒരു മാസക്കാലത്തെ തീവ്രമായ നമ്മുടെ അനുഷ്ഠാനങ്ങൾ, അതിനെ തുടർന്ന് നമുക്ക് പെരുന്നാൾ എന്ന സന്തോഷം സർവശക്തി നമുക്ക് നൽകി. ഇനി നമ്മൾ പരിപാലിച്ച ആ നന്മകളെ ഇനിയുള്ള കാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ദിവസമായിട്ട് കൂടി നമ്മൾ പെരുന്നാളിനെ കാണുക. പെരുന്നാളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുക, കുടുംബ സന്ദർശനങ്ങൾ നടത്തുക, വിഭവസമൃദ്ധമായിട്ട് എല്ലാവർക്കും ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സൗഹൃദവും സ്നേഹവും അതിനെ പരിലാളിച്ചുകൊണ്ടുള്ള ഒരു നല്ല ദിനമായി ഈദിനെ നമ്മളെല്ലാവരും മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് നാളുകളുണ്ട്. ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി കൂടി ആ തെരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി ഈ ദിവസം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി പറയുക. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഈദ് ആശംസകൾ നേരുന്നു. വിവിധയിടങ്ങളിൽ പള്ളികളിൽ ചടങ്ങുകൾ നടക്കുകയാണ്, പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും ഡാനി പോളാണ് രാവിലെ ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഒപ്പം ചെറിയ പെരുന്നാൾ ആശംസകളും. വിശ്വാസികളെല്ലാം അങ്ങേയറ്റം ആഘോഷത്തിലാണ്. 29 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനം മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി നല്ല സന്ദേശത്തോടെ അവർ തുടങ്ങുകയാണ് ശവ്വാൽ മാസം. എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ? അവിടെ നിൽക്കുന്നവർ അങ്ങ് ആ സ്ഥലത്തേക്ക് നീങ്ങി നിൽക്കുക. അപ്പൊ വരുന്നവർക്ക് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ആദ്യം തന്നെ നമ്മളുള്ളത് കലൂർ സ്റ്റേഡിയം പരിസരത്തുള്ള ഈദ്ഗാഹ് പരിസരത്താണ്. ദൃശ്യങ്ങൾ കാണാൻ വലിയ രീതിയിൽ തന്നെ വിശ്വാസികൾ ഇവിടേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിരുന്നപ്പോൾ അതിന്റെ ഒരു പ്രാരംഭ ചടങ്ങുകളിലേക്കടക്കം, പ്രാർത്ഥനാ ചടങ്ങുകളിലേക്കടക്കം കടക്കുകയാണ്. അത് സൂചിപ്പിച്ചതുപോലെ ഒരു മാസത്തോളം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഒടുവിൽ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക്, അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് വിശ്വാസപൂർവ്വം അവർ ചേർന്ന് നിൽക്കുകയാണ്. അതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഈദ്ഗാഹ് നടക്കുകയാണ്, പെരുന്നാൾ നമസ്കാരം നടക്കുകയാണ്. വിവിധ ഈദ്ഗാഹ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കലൂരിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്റ്റേഡിയം പരിസരത്ത് കാണുന്ന ഈദ്ഗാഹ് നടക്കുന്നത്. ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക നിസ്കാരത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയും മറൈൻ ഡ്രൈവിൽ ഇതുപോലെ സമാനമായ രീതിയിൽ ഇതിന്റെ പുറത്ത്, അതായത് പള്ളികൾക്ക് പുറത്തുള്ള ചടങ്ങുകൾ ഈ രീതിയിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ വിശാലമായിട്ട് തന്നെ ഈദ്ഗാഹ് ചടങ്ങുകൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന, നമ്മൾ കാണുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരത്ത് കാണുന്ന വിപുലമായ ഈദ്ഗാഹിന് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഇവിടെ സലാഹുദ്ദീൻ
മൗലവിയാണ്. അദ്ദേഹമാണ് ഇവിടെ നേതൃത്വം നൽകുന്നത്. അദ്ദേഹം പൊന്നുരുന്നി ജുമാ മസ്ജിദ് ഇമാമാണ്. അതോടൊപ്പം തന്നെ അവിടെ ചടങ്ങുകൾ പ്രാർത്ഥനയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഡാനി, ഞാൻ ഡാനിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സഹോദരങ്ങളെ, പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം എല്ലാവർക്കും അറിയാം. പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. എന്നാലും വർഷത്തിൽ 2 പ്രാവശ്യമല്ലേ പെരുന്നാൾ വന്നെത്താറുള്ളൂ. അതുകൊണ്ട് ആ നമസ്കാരത്തിന്റെ രൂപം ഒന്ന് ഉണർത്തുകയാണ്. ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ നമസ്കാരം അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത്. തുടർന്ന് സാധാരണ നമസ്കാരത്തിൽ പ്രവേശിക്കും പോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലുന്നു, കൈകെട്ടുന്നു. തുടർന്ന് ഒരു 7 പ്രാവശ്യം, ഒന്നാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യം തക്ബീർ ആവർത്തിക്കും. 2 തക്ബീറുകൾക്കിടയിൽ പ്രത്യേകിച്ച് ഒന്നും ചെല്ലേണ്ടതില്ല. നമ്മൾ തക്ബീർ ചൊല്ലിയാൽ മതി. അതിനുശേഷം ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് ഒരു റക്അത്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു തക്ബീർ ഉണ്ടാവും. ഇന്ത്യക്കാലത്തിന്റെ തക്ബീർ എന്നാണ് അതിന് പറയുക. ആ തക്ബീറിന് ശേഷം രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകൾ കൂടി നമ്മൾ. അതാണ് പെരുന്നാൾ നമസ്കാരം അവിടെ തുടങ്ങുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മലപ്പുറത്തേക്ക് കൂടി ഒന്ന് പോകാം. മലപ്പുറത്ത് നിന്നും CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. എന്തായാലും ഒരുപാട് കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മലപ്പുറത്തെ എവിടെയാണ് അനുമോദ് ഉള്ളത്? എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം മഅദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലാണ്. നമുക്കറിയാം, നമ്മളെ എല്ലാ പെരുന്നാൾ നമസ്കാരങ്ങളും അതുപോലെ തന്നെ റമദാൻ കാലത്തുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഈ ജുമാ മസ്ജിദിൽ നിന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്. ഇവിടെ 7:30-ക്കാണ് ഈദ് നമസ്കാരം. ഇപ്പോൾ ഇതാ ഇവിടേക്ക് വിശ്വാസികളൊക്കെ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നതേയുള്ളൂ. ഇത്തവണ 29 ദിവസമാണ് റമദാൻ നോമ്പ് ലഭിച്ചത്. 30-ാം ദിവസം പെരുന്നാളായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിദേശങ്ങളിലും ഇന്ന് തന്നെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈദാശംസകൾ. നമ്മളെ നമസ്കാരം ചടങ്ങുകളൊക്കെ 7:30-ക്ക് ആരംഭിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിലെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം 29 ദിവസം നീണ്ടുനിന്ന നോമ്പുകാലം കഴിഞ്ഞു. ആ റമദാൻ മാസത്തിൽ ആത്മനിർവൃതിയിലും വ്രതത്തിലുമായി കഴിഞ്ഞ ആളുകളാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ പെരുന്നാൾ ആഘോഷം ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ദിനമായി മാറണം. എല്ലാവർക്കും സമാധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ള ചിന്തയോടെയാണ് ഇതെല്ലാം വിശ്വാസികൾ ആഘോഷിക്കുന്നത്. റമദാൻ നോമ്പ് ഈ വേനലിന്റെ കാഠിന്യം കൂടി ആയപ്പോൾ കുറെ കടുപ്പമായിരുന്നു അല്ലേ? അതെ, വലിയ പ്രയാസം നമ്മുടെ പ്രകൃതിപരമായി നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരും മനുഷ്യേതര ജീവികളടക്കം ഈ ചൂട് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അത് ഒരു വിശ്വാസത്തിന്റെ മുമ്പിൽ, ആരാധനകൾക്ക് മുമ്പിൽ ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിച്ചു എന്നുള്ളത് തന്നെയാണ്. മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് GCC രാജ്യങ്ങളിൽ ഇന്ന് തന്നെയാണ് വളരെ സന്തോഷമായിട്ട് എല്ലാ പ്രവാസ ലോകത്തും നമ്മുടെ പ്രവാസി സഹോദരങ്ങളും ഇതേ ദിവസം തന്നെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും പെരുന്നാൾ സുദിനം ഇന്ന് തന്നെയാണ്. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കുടുംബങ്ങൾ, പ്രത്യേകിച്ച് നാട്ടിലും വിദേശത്തുള്ള കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വലിയ സന്തോഷമായി എന്നുള്ള വിവരങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിപ്പോ എന്തൊക്കെയാണ് നമ്മളെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ? 7:30 ആരംഭിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരവും ഖുതുബയും, ശേഷം നമ്മുടെ പ്രസംഗ ഉസ്താദിന്റെ ബദർ സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ,
അതുപോലെ പ്രത്യേകിച്ച് ഒരു സൗഹൃദാന്തരീക്ഷവും ഒരു സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളാണല്ലോ ഇതോടുകൂടി ഉണ്ടാകുന്നത്. പ്രാർത്ഥനാ സദസ്സുകൾ കൊണ്ട് തന്നെയാണ് പെരുന്നാൾ സുദിനം നമ്മൾ സമ്പുഷ്ടമാക്കുന്നത്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു. ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ്. മുൻപൊക്കെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള പ്രത്യേക ചടങ്ങുകളാണ്, ഇത്തവണ അത് സംഘടിപ്പിക്കുന്നത്. എന്താണെങ്കിലും പെരുന്നാളിന്റെ ഈ ചടങ്ങുകൾക്ക് ഇനി അല്പസമയം കൂടെ ഉള്ളൂ. ഈ സമയത്ത് ഞങ്ങളൊപ്പം പങ്കുചേർന്നതിന് വളരെ നന്ദി. വളരെ സന്തോഷം. ഇതാണ് നമുക്ക് മഅദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലെ കാഴ്ചകൾ. വിശ്വാസികളെല്ലാം തന്നെ എത്തിച്ചേരുന്നതിന്റെ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്താണെങ്കിലും 7:30 ആണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുക. ഇബ്രാഹിം ഉൽ-ഖലീൽ ബുഖാരി തങ്ങളാണ് ഇവിടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ സന്ദേശമുണ്ടാകും. തുടർന്ന് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകും. എന്താണെങ്കിലും മലപ്പുറത്തെ ഈ ഒരു കാഴ്ചകൾ ഇവിടെ മാത്രമല്ല, മലപ്പുറത്തുള്ള എല്ലാ പ്രധാന പള്ളികളിലും സമാനമായ രീതിയിൽ ഈദ് പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ മൈതാനങ്ങളിൽ ഈദ്ഗാഹുകൾ, ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാണെങ്കിലും രാവിലെ ഒരു 9 മണി വരെ ഈ പ്രാർത്ഥനകളുടെ സമയമാണ് വിശ്വാസികൾക്ക്. അതിനുശേഷം സുഹൃത്ത് സംഗമങ്ങളുടെയും കുടുംബ സംഗമങ്ങളുടെയും സമയമാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം പങ്കുവെച്ച്, സൗഹൃദം പങ്കുവെച്ച് യാത്രകൾക്കായിട്ട് ഈ ഒരു മാസം നീണ്ടുനിന്ന പ്രധാനുഷ്ഠാനങ്ങളുടെ പുണ്യം പേറുന്ന ഈ ദിവസം അത്തരത്തിൽ ധന്യമാക്കാനാണ് വിശ്വാസികൾ ഒരുങ്ങുന്നത്. എന്താണെങ്കിലും മഅദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ അല്പസമയത്തിനകം തന്നെ ഈദ് നമസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ശരി അനുമോദ്, ആ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ അത് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാം. ഞാൻ അനുമോദിലേക്ക് അപ്പോൾ മടങ്ങിയെത്താം. ഇപ്പോൾ നമുക്ക് കോഴിക്കോട് കൂടി പോകേണ്ടതുണ്ട്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. പെരുന്നാൾ ആശംസകൾ. എങ്ങനെയാണ് കോഴിക്കോട് ചെറിയ പെരുന്നാൾ ആഘോഷമാക്കുന്നത്? അനീഷ് എവിടെയാണുള്ളത്? ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ ഈ ഈദ്ഗാഹ് ഈദ് മുബാരക്. എന്തായാലും നാടും നഗരവും എല്ലാം വലിയ ആഘോഷ തിമിർപ്പിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു ദിനമാണ്. നമുക്കറിയാം, 1 മാസം നീണ്ട നോമ്പിന്റെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലാണ് ഈ സന്തോഷകരമായ ദിനത്തിലേക്ക് നീങ്ങുന്നത്. ഇന്നലെ ശവ്വാൽ മാസപ്പുറ കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ കോഴിക്കോട് നഗരവും ആ സമീപ പ്രദേശങ്ങളിലും ഒക്കെ വലിയ ആഘോഷം. രാവ് പുലരുവോളം കടകളും മറ്റുമൊക്കെ തുറന്നിരുന്നു. തുണിക്കടകൾ, മറ്റ് സാധാരണ സാമഗ്രികളെല്ലാം ജനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് പുലർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അതുവരെ തക്ബീർ ധ്വനികളാൽ പള്ളികളും മറ്റും മുഖരിതമായ ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും രാവിലെ ഈദ്ഗാഹ്, എല്ലാവരും ചേർന്നുള്ള ഈദ്ഗാഹ് നമസ്കാരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കോഴിക്കോട് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ബീച്ചിൽ ഇതിനുള്ള ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ നമസ്കാരത്തിലെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം നമസ്കാര നടപടികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും കോഴിക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയൊക്കെ ഈ നമസ്കാരത്തിൽ കാണാനായി, അവർക്ക് ആശംസകൾ നേരാനായി എത്തിയിരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം നമസ്കാരം ആരംഭിക്കുന്നു. എന്തായാലും വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് ചെറിയ ബന്ധപ്പെട്ട വിശ്വാസികൾ കൈക്കൊണ്ടിരിക്കുന്നത്. പുതിയ കുപ്പായങ്ങൾ ധരിച്ചു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകൾ പരസ്പരം ഭക്ഷണം പങ്കുവച്ചും പരസ്പരം. ശരി അനീഷ്, നമുക്ക് ആ പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് പോകാം. കോഴിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu Akbar. Allahu Akbar walillahil hamd. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu Akbar. Allahu Akbar walillahil hamd. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu